നോക്കൂ റിസൾട്ട് ഗൈസ്, നോക്കൂ ഗൈസ്, റിസൾട്ട് നൈസ് അല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ഫേസ് പാക്ക് ആട്ടോ. അതായത് 4 മില്യൺ കൂടുതൽ വ്യൂ കിട്ടിയ ഒരു ഫേസ് പാക്ക് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കടലപ്പൊടി ആട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്പൂണ് കടലപ്പൊടി ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചാറെടുത്ത് വെച്ചാട്ടോ. അപ്പം നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉരുളക്കിഴങ്ങിൻ്റെ നീര് നിങ്ങളെടുത്തുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ചേർക്കാനുള്ളത് തക്കാളിയുടെ നീരാട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണേ. അപ്പോൾ നമ്മൾ തക്കാളീൻ്റെ നീരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തായിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞളാട്ടോ. നിങ്ങൾ സാധാ മഞ്ഞൾ ചേർക്കാൻ പാടില്ല, കസ്തൂരി മഞ്ഞൾ തന്നെ ചേർക്കണം. അപ്പോൾ ആ വീഡിയോയിൽ അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് കസ്തൂരി മഞ്ഞൾ തന്നെ ചേർക്കണമെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കസ്തൂരി മഞ്ഞൾ തന്നെ ചേർക്കാം. ഞാൻ അടുത്തത് കസ്തൂരി മഞ്ഞൾ ചേർക്കാൻ പോവാം. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ ഞാൻ പൊടിച്ച് സെറ്റാക്കി വെച്ചതാണ്. അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അതും കൂടി ഞാൻ ചേർത്തിട്ട് കാണിച്ചു തരാം. ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് എന്തായിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ പാക്ക് ഇവിടെ നന്നായിട്ട് എന്തായിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മുഖമൊക്കെ കഴുകി നല്ലോണം തുടക്കുകയൊക്കെ ചെയ്ത കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരു ഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വേഗം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. എല്ലാ ടൈമിലും ഞാൻ ഇഭാഗത്താട്ടോ അപ്ലൈ ചെയ്യാറ്. നമുക്ക് ഇഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കാം. അപ്പം നമുക്ക് തിരിയാലോ. റിസൾട്ട് ഉണ്ടോ എന്നല്ലോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് എന്ത് ചെയ്യുക, എല്ലായിടും എത്തുന്ന രീതിയിൽ നല്ല കട്ടിക്ക് തന്നെ പാക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, കണ്ണിൻ്റെ താഴെ കറുപ്പ് നിറമുള്ളവർക്കെല്ലാം കസ്തൂരി മഞ്ഞൾ നല്ലതാട്ടോ. അപ്പം മുഖത്ത് ഒരുപാട് പാടൊക്കെ ഉണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ തേക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലായിടെയും തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എത്താത്ത ഭാഗത്ത് ഞാൻ നന്നായിട്ട് ഒന്നുകൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കഴുത്തിൻ്റെ ഫുള്ള് ഭാഗത്തും കൂടി, അതായത് കഴുത്തിൻ്റെ ഒരു ഭാഗത്തും കൂടി തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും റിസൾട്ട് ഉണ്ടോ എന്നുള്ളത്. അവർ പറയുന്നത് ഫേസിൽ പിമ്പിൾസ് വന്ന കലയോ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല റെമഡിയാണ് ഇതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവർ ഇടണ്ട കേട്ടോ. കാരണം അലർജിയൊക്കെ വന്നാൽ മുഖത്തിന് പിന്നെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ പാക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നന്നായിട്ട് ഇത് ആറിയതിന് ശേഷം പച്ചവെള്ളത്തിൽ തന്നെ കഴുകിക്കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ട് വ്യക്തമായി മനസ്സിലാവും.
അവർ പറയുന്നുണ്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ കഴിയുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മൂക്കുമ്മൽ കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക. അപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എന്ത് ചെയ്യും, റിമൂവ് ആയി പോകുന്നു അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെയാണ് അവർ മസാജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആയി പോകുന്ന. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മൂക്കുമ്മൽ ഇത് കുറച്ചധികം അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആയി പോകും. എന്നിട്ട് കുറച്ചെടുക്കുക, എന്നിട്ട് പുരട്ടി കൊടുക്കുക കേട്ടോ. ഇനിയിത് നന്നായിട്ട് എന്ത് ചെയ്യുക, ആറട്ടെ. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അവർ പറഞ്ഞു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആവും ഇത് പുരട്ടിയാൽ, ഒരു മസാജ് കൊടുത്താൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, മൂക്കുമ്മൽ മൂക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഇത് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ജെൻറ്റിൽ മസാജ് കൊടുത്തട്ടോ. അപ്പോൾ ഇത് ആറിയതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരാം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോയിട്ടുണ്ടോ, മുഖത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് എന്തായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഗൈസ്. വയസ്സായാലെ മുഖം പോലെ ഇരിക്കുന്നത് ചുളുങ്ങിയിട്ട്. അപ്പോൾ നമുക്കിത് തുടച്ചോക്കാം ഗൈസ്, എങ്ങനെയുണ്ട് റിസൾട്ട് എന്നറിയണ്ടേ. ഐ ആം വെരി എക്സൈറ്റഡ് ഗൈസ്, എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ഞാൻ തുടക്കാൻ പോവാണ്. പെട്ടെന്നൊന്ന് തുടച്ചാൽ എന്ത് റെഡിയാവില്ല ഗൈസ്. റിസൾട്ട് ഉണ്ടോ ഗൈസ്? നല്ല കാറ്റടിക്കുന്നുണ്ട്, സൂപ്പറായി. റിസൾട്ട് ഉണ്ട് ഗൈസ്, റിസൾട്ട് ഉണ്ട്. നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും റിസൾട്ട് ഉണ്ടോയെന്ന്. റിസൾട്ട് ഉണ്ടല്ലോ. നോക്കൂ നോക്കൂ, റിസൾട്ട് ഉണ്ട് ഗൈസ്. ഗൈസ് നോക്കൂ റിസൾട്ട് ഗൈസ്, നോക്കൂ നോക്കൂ ഗൈസ്, റിസൾട്ട് നൈസ് അല്ലേ? അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഇടാത്ത ഭാഗവും ഇത് ഇട്ട ഭാഗമുള്ള നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നോക്കൂ, നല്ല വ്യത്യാസമുണ്ട് അല്ലേ? കണ്ടോ? അപ്പോൾ ഇടാത്ത ഭാഗം ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണുള്ളത്, ഇട്ട ഭാഗം ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നല്ല റിസൾട്ട് ഇല്ലേ? ഇനി നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആയി പോയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ജെൻറ്റിലായി മസാജ് ചെയ്തിട്ട് വെള്ളം എടുക്കുക, ജെൻറ്റിലായി മസാജ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിസൾട്ട് മനസ്സിലാവും. വൈറ്റ് ഹെഡ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ റിമൂവ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഗൈസ്. നല്ല നിറമുണ്ട് ഗൈസ്, കണ്ടോ? നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നല്ല വൈറ്റായിട്ടുണ്ട് മുഖം, നല്ല മാറ്റമുണ്ട്. കണ്ടോ? ഇവിടെയുള്ള എൻ്റെ മുഖവും കണ്ടോ? ഇടാത്തതും ഇട്ട ഭാഗങ്ങളും നല്ല ഡിഫറൻസ് അല്ലേ? റിസൾട്ടാണ് ഗൈസ്, ഇത് റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോകൾ ഇഷ്ടമാണ്, എൻ്റെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനത്തെ കൂടുതലായി വീഡിയോകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്തിട്ട് കാണിച്ചു കേട്ടോ, അതാണ് നല്ലത്. ഇപ്പം ഗൈസ് എൻ്റെ മുഖം നോക്കൂ, നല്ല മാറ്റമില്ലേ? ഇതാ വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ആയി പോയിട്ടുണ്ട്. എനിക്ക് വൈറ്റ് ഹെഡ്സിൻ്റെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. കണ്ടോ, നല്ല ഗ്ലോ വന്നിരിക്കും മുഖമൊക്കെ. കണ്ടോ ഇങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ? അപ്പം നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം ഗൈസ്, മസ്റ്റ് ട്രൈ. അപ്പം ഞാൻ കാതിലൊക്കെ കഴിച്ചു കഴിഞ്ഞു. കാതിലെൻ്റെ മോളൊക്കെ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ഇട്ട ഭാഗവും ഇത് ഇടാത്ത ഭാഗവും നിങ്ങൾക്ക് ഡിഫറൻസ് എങ്ങനെ മനസ്സിലാകുന്നതെന്ന് എനിക്കറിയില്ല വീഡിയോയിലൂടെ. അപ്പം നിങ്ങളിതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് അറിയിക്കും കേട്ടോ. അപ്പം കണ്ടോ, ഇവിടെയൊക്കെ നല്ല മാറ്റമുണ്ട്. കണ്ടോ, ഇവിടെ നോക്കൂ, ഇവിടെ വലിയ ചേഞ്ച് ഒന്നുമില്ല. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.